ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ, യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് തിരിച്ചടിക്കണം. തിരിച്ചടിക്കും. ഒരു സംശയവും വേണ്ട. എണ്ണി അടിക്കും. കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിട്ട് പേപ്പറ്റിയെ പോലെ തല്ലിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. പുറത്തു നിന്ന് പറയാനല്ല, കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം പറയുന്നു. നമസ്കാരം. VD സതീശൻ, അതായത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോട് നന്ദി പറയണം. നന്ദി പറയാൻ ഉണ്ടായുള്ള കാരണം എന്താണെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ലെങ്കിലും അതാണ് സത്യം. കാരണം കേരളത്തിലെ പ്രതിപക്ഷം നിർജീവമാണ് എന്നുള്ള ആരോപണം കുറേ കാലമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2.5 കൊല്ലമായി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിലും പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുള്ള നിലപാടുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു പ്രസ്താവന ഇറക്കുക എന്നതിലുപരി വലിയ ശക്തമായ പ്രക്ഷോഭങ്ങളൊന്നും തന്നെ ഇന്ന് വരെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എല്ലാ തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഗുണ്ടാ മാഫിയ ടീമാണ് കേരളം ഭരിക്കുന്നത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരു ചെറിയൊരു വിഭാഗവും അതാത് പ്രദേശത്തെ ഗുണ്ടകളും കൂടാതെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലെ ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ഒരു പോലീസുകാരനും അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനും ഏതെങ്കിലും പിയൂണായിരിക്കാം, ഇവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ ഗുണ്ടാ മാഫിയയാണ് കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ നേതാവാണ് പിണറായി വിജയൻ. CPMൻ്റെ സാധാരണ അണികൾക്ക് പോലും നീതി കിട്ടാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ കാലം പോയിട്ടുള്ളത്. 2021 പിണറായി വിജയൻ രണ്ടാമത് ഭരണം കിട്ടിയതോടുകൂടി പിണറായി വിജയൻ്റെ അഹങ്കാരം വർദ്ധിക്കുകയും എന്ത് തെമ്മാടിത്തരവും കാണിച്ച് ഇവിടെ പണമുണ്ടാക്കുക, അതേപോലെ എതിർക്കുന്നവരെ നശിപ്പിക്കുക എന്നുള്ള ശൈലിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നെ 2-3 തവണയാണ് കള്ളക്കേസിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചത്. 2 തവണ എനിക്ക് ജയിലിൽ പോകേണ്ടി വന്നു. 2 കേസുകളും കള്ളക്കേസാണെന്ന് തെളിഞ്ഞതാണ്. മാത്രമല്ല ആ 2 കള്ളക്കേസുകളിൽ എൻ്റെ ഓഫീസിൽ നിന്ന് വിലപ്പെട്ട രേഖകൾ കൊണ്ടുപോയെന്ന് മാത്രമല്ല, എൻ്റെ ഓഫീസിലെ കമ്പ്യൂട്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഓഫീസ് നടത്തേണ്ട ഉപകരണങ്ങളടക്കം പോലീസ് കടത്തിക്കൊണ്ടുപോയി എന്നുള്ളതാണ് സത്യം. എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്യുകയും എൻ്റെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ വീടും അടക്കം റെയ്ഡ് ചെയ്യുകയുണ്ടായി. ഈ അടുത്ത കാലത്ത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മാധ്യമ വേട്ടയാണ് മറുനാടൻ മലയാളിയുടെ ഓഫീസിലും അതേപോലെ അവരുടെ സ്റ്റാഫിൻ്റെ ഓഫീസിലും സുഹൃത്തുക്കളുടെ ഓഫീസിലും എല്ലാം നടന്നത്. ഇതേപോലെ തന്നെയായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലേക്ക് നടന്ന ഇതേപോലുള്ള ആക്രമണങ്ങൾ. ഇത് തന്നെയാണ് കേരളത്തിൽ എല്ലാ മേഖലകളിലും നടന്നിട്ടുള്ളത്. ഒരു മേഖല മാത്രമല്ല, സകല മേഖലകളിലും. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നവകേരള യാത്ര തുടങ്ങുന്നത്. ഇവിടെയൊക്കെ തന്നെ ഒരു പ്രസ്താവന മാത്രം നടത്തി ആ പ്രശ്നത്തിനുള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ശക്തമായ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനൊന്നും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ തന്നെ നവകേരള യാത്ര ആരംഭിച്ച് കണ്ണൂരിൽ നിന്നാണ് ആദ്യമായിട്ട് ഈ ചെടിച്ചട്ടി ഉപയോഗിച്ചും ഹെൽമെറ്റ് ഉപയോഗിച്ചും അടി തുടങ്ങിയത്. തലയ്ക്കടിക്കുകയാണ്. 2 യുവാക്കളുടെ ഭാവിയുള്ള നാളത്തെ വാഗ്ദാനമായ രാഷ്ട്രീയം കൊണ്ട് എതിർചേരിയിലായതുകൊണ്ട് മാത്രം എതിർചേരിയിലായ 2 യുവാക്കളെ യൂത്ത് കോൺഗ്രസ്സുകാരെ തലയ്ക്കടിക്കുകയാണ് പോലീസും അതേപോലെ പിണറായി വിജയൻ്റെ ക്രിമിനലുകളായ ഗുണ്ടകളും. ആ ഗുണ്ടകൾ ചേർന്ന് അടിക്കുമ്പോൾ പിണറായി വിജയൻ അത് കണ്ട് രസിച്ച് വാഹനത്തിലൂടെ പോവുകയാണ്. അപ്പോൾ അന്ന് തന്നെ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാവേണ്ടതായിരുന്നു. തുടർന്ന് ഇങ്ങോട്ട് എവിടെയെല്ലാം ഉണ്ടായി, അവിടങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ശക്തമായ പോലീസും അതേപോലെ ഗുണ്ടകളും കയറി അടിക്കുന്നത് നമ്മൾ കൃത്യമായി കാണുകയാണ്. ഇതിനെല്ലാം തന്നെ അങ്ങനെയാണ് ആലപ്പുഴ എത്തിയപ്പോൾ 2 യുവാക്കളെ അടിച്ചത് ആരാണ്? പിണറായി വിജയൻ്റെ ഗൺമേനാണ്. അവർക്ക് യാതൊരു നിയമപരമായ അവകാശവുമില്ല. അതേപോലെ കായംകുളത്ത് അംഗവൈകല്യമുള്ള ഒരു സംസ്ഥാന യൂത്ത് കോൺഗ്രസ് സെക്രട്ടറിയെ അടിക്കുന്നത്, ചവിട്ടുന്നത് നമ്മൾ കണ്ടാൽ ഞെട്ടിപ്പോകും. കാരണം ഒരു മനുഷ്യന് ഒരിക്കലും കഴിയുന്ന കാര്യമല്ല. മൃഗങ്ങളെക്കാൾ
തൊലിക്കട്ടിയുള്ള ക്രൂരതയുള്ള ആളുകളാണ് ഇത്തരത്തിലെ പിണറായി വിജയൻ ഇറക്കിയിട്ടിരിക്കുന്നത്. കേരളത്തിലെ സകല ക്രിമിനൽ സംഘങ്ങളെയും കൂടെ കൊണ്ടുകൊണ്ട് നടന്നാണ് പിണറായി വിജയൻ ഇത് ചെയ്യുന്നത്. ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ പ്രസ്താവന കൊണ്ട് മാത്രമാണ് പ്രതിപക്ഷം നടന്നതെങ്കിൽ ഇപ്പോൾ അവസാനം എല്ലാ മേഖലകളിൽ നിന്നും ശക്തമായ പ്രതിഷേധം വരികയും അവസാനം വി ഡി സതീശന് മുന്നിലേക്ക് ഇറങ്ങി വരേണ്ട അവസ്ഥ വരികയും ചെയ്തു. അതെ, അദ്ദേഹം ഇന്നലെ ചെയ്തത് പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുത്തൊരു അവസരമാണ്. വി ഡി സതീശനെയും പ്രതിപക്ഷത്തെയും യൂത്ത് കോൺഗ്രസുകാരെയും കൈസിയുക്കാരെയും ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിന് കാരണമാക്കി തീർത്തത് പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ജീവരക്ഷാ മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. അത് ജീവൻ രക്ഷിക്കൽ തന്നെയാണല്ലോ. ഞാൻ കണ്ടതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ബസ് നിങ്ങളെല്ലാം കണ്ടപോലെ ഞാൻ ബസ്സിൻ്റെ മുമ്പിലാണല്ലോ ഇരിക്കുന്നത്. എൻ്റെ നേരെ മുമ്പിലാണല്ലോ എല്ലാവരും, എല്ലാ മന്ത്രിമാരും കാണുമല്ലേ, ഞാൻ മാത്രമല്ലല്ലോ. അപ്പോൾ ഈ മുമ്പിൽ വന്ന് ചാടുകയാണ്. ആ ചാടുന്നവരെ പിടിച്ചു മാറ്റുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ തള്ളി മാറ്റുകയാണ്. അത് സ്വാഭാവികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ. അതാണ് ജീവൻ രക്ഷ എന്ന് ഞാൻ പറഞ്ഞത്, ജീവൻ രക്ഷിക്കൽ എന്ന് പറഞ്ഞത്. എൻ്റെ കൺമുന്നിൽപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിനൊക്കെ അവസരം കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇവർ രക്ഷപ്പെട്ടതുകൊണ്ടല്ലേ. രക്ഷപ്പെട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നവകേരള ബസ് ആളെ ഇടിച്ചു. അപ്പുറത്തെ ഞാൻ പൂരിപ്പിക്കണ്ടല്ലോ. പിന്നെ ഒരു വാക്കുണ്ട്, അത് ഞാൻ പൂരിപ്പിക്കേണ്ടതില്ല. ആ ഒരു ദുർഗതി വന്നില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതിയേനും? അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഞാൻ പറഞ്ഞത് അവരെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയവരെ കുറിച്ചാണ്. ആ ഇടപെടൽ നടത്തിയവരെ ഇപ്പോഴും ഞാൻ ശ്ലാഘിക്കുകയാണ്. കാരണം അത് ശരിയായ രീതിയാണ്. അല്ലെങ്കിൽ അവർ ബസ് തട്ടി മരിക്കും. അതില്ലാതായി. അത് നല്ല കാര്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതെങ്ങനെയാണ് അക്രമത്തിലുള്ള പ്രോത്സാഹനം? ഇങ്ങനെ വന്നാൽ അത്തരം ആളുകളെ ഒരു ചിന്തയില്ലാതെ, ഇപ്പോൾ യൂത്ത് കോൺഗ്രസോ DYFI എന്ന ഭേദചിന്തയില്ലാതെ ഒരാൾ അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കുക എന്നുള്ളത് ഒരു അക്രമത്തിലുള്ള പ്രോത്സാഹനമാണോ? കേട്ടല്ലോ, അദ്ദേഹം പറഞ്ഞതെന്താ? ഞങ്ങൾ ജീവരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ്. അതായത് ഗുണ്ടായിസം കാണിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയാണ് ആഭ്യന്തരമന്ത്രിയുടെയായ പിണറായി വിജയൻ. ഒന്നാം പ്രതിയായിട്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യേണ്ട, അന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ ഇറങ്ങേണ്ടതായിരുന്നു. ഇറങ്ങിയില്ല. പ്രസ്താവനകളിലൂടെ ഇങ്ങനെ കഴിഞ്ഞുകൂടി. കഴിഞ്ഞ 2.5 കൊല്ലമായി കേരളത്തിൽ പ്രസ്താവന കൊണ്ട് മാത്രമാണ് നേരിട്ട് ജനങ്ങൾ 2 തവണ 3 തവണ ഇലക്ഷനിലൂടെ പുതുപ്പള്ളിയിലും അതേപോലെ തൃക്കാക്കരയിലും പിണറായി വിജയനെതിരെ ശക്തമായ തെരഞ്ഞെടുപ്പിലൂടെ തോൽപ്പിച്ചപ്പോൾ അതൊക്കെ പിണറായി വിജയനെതിരെയുള്ള ശക്തമായ വികാരമായിരുന്നു എന്ന് UDF മനസ്സിലാക്കേണ്ടതായിരുന്നു. UDFിൻ്റെ ശക്തമായ പ്രവർത്തനത്തോടൊപ്പം തന്നെ പിണറായി വിജയനോട് ജനങ്ങൾക്ക് അറപ്പും വെറുപ്പുമാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇലക്ഷൻ. ഇതിന് ഈ അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ബൈ ഇലക്ഷനിലും തന്നെ CPM പൊട്ടിത്തകരുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ്? പിണറായി വിജയൻ സ്വർണ്ണക്കള്ളക്കടത്തുകാരനാണ്, ഡോളർ കടത്തുകാരനാണ്, ലൈഫ് മിഷൻ തട്ടിപ്പിലെ ആളാണ്. അതേപോലെ അവസാനം വരെ ഇത് എല്ലാ മേഖലകളിലും തട്ടിപ്പ് മാത്രം നടത്തുന്ന ഒരു മാഫിയ തലവനാണ് അദ്ദേഹം. കൂടാതെ അവസാനം വന്ന എന്താ, മാസപ്പടി വിവാദം വന്നു. കരിമണൽ കർത്തയുടെ മാസപ്പടി വിവാദത്തിൽ പിണറായി വിജയൻ 90 കോടി രൂപയാണ് 3 വർഷം കൊണ്ട് മേടിച്ചത്. അതേപോലെ മകൾ 1.25 കോടി രൂപയാണ് മേടിച്ചത്. ശരിക്കും ആ 7 വർഷം കൊണ്ട് 200 കോടിയോളം രൂപയാണ് പിണറായി വിജയൻ വാങ്ങിയത്. മകൾ 5.25 കോടി രൂപയാണ് മേടിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ എല്ലാ തരത്തിലും അഴിമതിയുടെ രാജാവായി മാറിയിട്ടുള്ള പിണറായി വിജയനെ തുറന്നു കാണിക്കേണ്ട എടുത്ത് തുറന്നു കാണിക്കാതെ പിണറായി വിജയൻ ഭരണം ഉപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ച്, ഗുണ്ടകളെ ഉപയോഗിച്ച് എതിരാളികളെ തകർത്തെറിയുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട പ്രതിപക്ഷത്തെ ഉണർത്തിയത് എന്താണ്? ഈ അടിയാണ്. അതായത് ഗുണ്ടകളെ ഉപയോഗിച്ച്, ക്രിമിനലുകളെ ഉപയോഗിച്ച് മൃഗീയമായി അടിച്ചൊതുക്കാൻ ശ്രമിച്ചതാണ്. അവസാനം ഗത്യന്തരമില്ലാതെ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന പോലെ പ്രതിപക്ഷ നേതാവിന് ഇറങ്ങേണ്ടി വന്നത്. അതെ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയാണ് നമ്മൾ തന്നെ തുടക്കത്തിൽ തന്നെ കൊടുത്തത്. അടിച്ചാൽ തിരിച്ചടിക്കും, യാതൊരു സംശയവുമില്ല. ഇതുവരെ അടിച്ചവരെ ആരൊക്കെ എന്തൊക്കെ ഞങ്ങൾക്കറിയാം. അവർക്കൊക്കെ പണി കിട്ടും, ഒരു സംശയവും വേണ്ട. ഞങ്ങളെ കുട്ടികളെ തൊട്ടതിന് ഞങ്ങൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞാൽ അത് നിയമവിരുദ്ധമായ പ്രസ്താവനയല്ല. ഇങ്ങോട്ടടിച്ചതിന് അങ്ങോട്ടടിക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. പിണറായി വിജയൻ എന്താണ് ചെയ്തത്? മാഫിയ തലവൻ്റെ പണിയാണ് ചെയ്തത്. അല്ലാതെ
കേരളത്തിൻ്റെ ഭരണാധികാരി എന്നുള്ള രൂപത്തിൽ ജനങ്ങളെ സംരക്ഷിക്കുകയല്ല ചെയ്തിരുന്നത്. അതുകൂടി കൃത്യമായി തുറന്ന് കാണിക്കുന്ന ഒരു ശക്തമായ കൂടെ നിൽക്കുന്ന ആളുകൾക്കുള്ള സംരക്ഷണമാണ് ഇന്നലെ വി.ഡി. സതീശൻ കാണിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ കഴിഞ്ഞ 2.5 കൊല്ലമായി അദ്ദേഹത്തിനുണ്ടായിരുന്ന ക്ഷീണം ഒരൊറ്റ ദിവസം കൊണ്ട് അദ്ദേഹം തീർത്തിരിക്കുന്നു. അദ്ദേഹം ഫിനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നിരിക്കുന്നു, സടകുടഞ്ഞ് എഴുന്നേറ്റിരിക്കുന്നു. അദ്ദേഹമാണ് യഥാർത്ഥ പ്രതിപക്ഷ നേതാവ് എന്നൊരൊറ്റ ദിവസം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. അദ്ദേഹം രണ്ടാമത് നമ്മൾ കണ്ടിട്ടില്ലേ, കുട്ടി അവിടെ DCC ഓഫീസിൽ വന്ന് പോലീസ് വന്ന് അവരെ പിടിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം മുന്നിൽ വന്ന് നിന്ന് പറയുന്നത് കണ്ടില്ലേ, എൻ്റെ കുട്ടികളെ തൊടാൻ നിങ്ങൾക്ക് പറ്റില്ല, എവിടെ എന്നെ മറികടന്ന് വേണം അങ്ങോട്ട് തൊടാൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് വന്നോടുകൂടി ഉണ്ടായിട്ടുള്ള ആവേശം, അവിടെ ഉണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ടായിട്ടുള്ള ആവേശവും വിശ്വാസവും, അത് ഇന്നലെ വരെ ഇല്ലാതിരുന്ന വിശ്വാസം, ഇന്നലെ വരെ ഇല്ലായിരുന്ന ആത്മവിശ്വാസം, ഇന്നലെ വരെ ഉണ്ടാവാത്ത അവർക്കുണ്ടായിരുന്ന ഊർജം പകരാൻ വി.ഡി. സതീശന് കഴിഞ്ഞിരിക്കുന്നു. അതിന് പിണറായി വിജയനോടാണ് നന്ദി പറയേണ്ടത്. കാരണം പിണറായി വിജയൻ നിരന്തരം പോലീസിനെയും അതേ ഗുണ്ടകളെയും ഉപയോഗിച്ച് ഇങ്ങനെ ആക്രമണം അഴിച്ചുവിട്ടത് കൊണ്ട് മാത്രമാണ് ഈ നവകേരള സദസ്സ് എന്ന് പറയുന്ന വലിയ തട്ടിപ്പിന് എതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇപ്പോൾ പൊരുതാൻ ഇറങ്ങിയിരിക്കുന്നത്. അതിന് വി.ഡി. സതീശൻ നമുക്ക് എല്ലാ അഭിനന്ദനങ്ങളും നേരേണ്ട സമയമാണ്. ഇങ്ങനെയാവണം പ്രതിപക്ഷ നേതാവ് എന്ന് നമുക്ക് തീർത്ത് പറയാം. അത് തന്നെയാണ് അദ്ദേഹം ഇന്നലെ കാണിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്നലെ അദ്ദേഹം കാണിച്ചിട്ടുള്ളത്. തീർച്ചയായും അദ്ദേഹം തുടർന്നുള്ള 2.5 വർഷക്കാലം ശക്തനായ പ്രതിപക്ഷ നേതാവായി തന്നെ തുടരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ തന്നെ പോകണം. കാരണം അടിച്ചാൽ ഇങ്ങോട്ട് തിരിച്ചടിക്കും. ആർക്കെങ്കിലും എതിരായി ഇങ്ങനെ കാണിച്ചാൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങും, ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇറങ്ങും എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ഒരു പേടിയില്ലാതെ ഇത്രയും കാലം നടന്നിരുന്നത് ഇപ്പോൾ മുതൽ പേടിച്ചു തുടങ്ങിയിരിക്കുന്നു പിണറായി വിജയൻ എന്നുള്ളതാണ് ഇന്നലെ പിണറായി വിജയന്റെ പ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നന്ദി, നമസ്കാരം. 100 പോലീസുകാരുടെ അകമ്പടിയോടെ, 180 വാഹനങ്ങളുടെ അകമ്പടിയോടെ, അത് മതിയാകാഞ്ഞ് ഭീരുവായ ഈ മുഖ്യമന്ത്രി 4 വാഹനങ്ങളിൽ നിറയെ അറിയപ്പെടുന്ന ക്രിമിനലുകളെയും കൊണ്ട് സംരക്ഷണവുമായി ഇറങ്ങിയിട്ടും നിങ്ങൾ എല്ലാ ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ കൊടുങ്കാറ്റുയർത്തി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുക. കല്യാശ്ശേരിയിൽ ഉണ്ടായത് എന്താണ് എന്ന് നമുക്കറിയാം. മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു ജില്ലയിൽ ഇറങ്ങിയാൽ യൂത്ത് കോൺഗ്രസുകാരെ കരുതൽ തടങ്കലിലാക്കുക. സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിക്കെതിരായിട്ടുള്ള തീരുമാനമാണ്, നിയമവിരുദ്ധമായ തീരുമാനമാണ് ആളുകളെ മുഖ്യമന്ത്രി വന്നതിന്റെ പേരിൽ കരുതൽ തടങ്കലിലാക്കുന്നത്. ആ കരുതൽ കാസർഗോഡ് പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. കരുതൽ തടങ്കലിന് എതിരെയാണ് പ്രതിഷേധം കല്യാശ്ശേരിയിൽ ഉണ്ടായത്. അവിടെ ഇരുമ്പ് വടി കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും നിങ്ങൾ അവരെ വധിക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങളുടെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തപ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്, മാതൃകയാണ്, ഇനിയും തുടരണമെന്നാണ്. അപ്പൊ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ് കല്യാശ്ശേരിയിൽ വെച്ച് ഒരു കലാപത്തിന് ആഹ്വാനം കൊടുത്തത്. ആ ആഹ്വാനത്തിന്റെ ഫലമാണ് പിന്നീട് ഓരോ ജില്ലയിലും സമാധാനപരമായി കരിങ്കൊടി കാണിച്ച എല്ലാ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരായിട്ടും ക്രൂരമായ മർദ്ദനങ്ങൾ അയച്ചുവിട്ടത്. വഴിയരികിൽ നിന്ന് കരിങ്കൊടി കാണിക്കുന്നവരെ തല്ലാൻ നിങ്ങൾക്ക് എന്താണ് അധികാരം? മർദ്ദിച്ചു. കല്യാശ്ശേരിയിലും കോഴിക്കോടും അവിടെ നിന്ന് ഇങ്ങോട്ട് കൊല്ലം വരെ ഉള്ള എല്ലാ ജില്ലകളിലും ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ടു. ആലപ്പുഴയിൽ അറിയപ്പെടുന്ന ഗുണ്ടകൾ പോലീസ് കാപ്പാപ്രകാരം ജയിലിലാക്കണമെന്ന് സൂപ്രണ്ട് ഓഫ് പോലീസ് എഴുതി കൊടുത്തവൻ നിങ്ങളുടെ ഗുണ്ടാ സംഘത്തിന്റെ തലവനായിരുന്നു. നാണമുണ്ടോ ഈ ഭീരുവായ മുഖ്യമന്ത്രിക്ക്? ക്രിമിനലുകളുടെ അകമ്പടിയോടുകൂടി നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെ പേടിച്ചിട്ടാണോ? എന്നോട് നിയമസഭയിൽ ചോദിച്ചു, 2 or 3 പേര് വന്ന് കരിങ്കൊടി കാണിക്കും, എന്ത് കാര്യം നിങ്ങൾക്ക് 1000 പേരെ കൊണ്ടുവരായിരുന്നില്ലേ? ഞാൻ പറഞ്ഞു, 2 or 3 യൂത്ത് കോൺഗ്രസുകാര് കരിങ്കൊടി കാണിക്കുമ്പോൾ തന്നെ നിങ്ങൾ 1000 പോലീസുകാരുടെ ഇടയിൽ പോയി ഒളിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ 1000 പേരെ കൊണ്ടുവന്നാലോ? ഭീരുവായ ഈ മുഖ്യമന്ത്രി സംസ്ഥാനം വിടും. ഇദ്ദേഹമാണ്
ക്രിമിനൽ മനസ്സുള്ള മുഖ്യമന്ത്രിയാണ് ഈ സിംഹാസനത്തിലിരിക്കുന്നത്. ഇയാളുടെ ധാരണ ഇയാൾ മഹാരാജാവാണെന്നാണ്. പാവപ്പെട്ട കുഞ്ഞുങ്ങളെ, ആരാന്റെ മക്കളെ റോട്ടിലിട്ട് തല്ലിച്ചതയ്ക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന സാഡിസ്റ്റ് മനസ്സുള്ള, ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളം ഇതുവരെ കാണാത്ത ഒരാൾ. ഭീരുവായതുകൊണ്ട് ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതത്വ ബോധമാണ്. ആരെങ്കിലും കരിങ്കൊടി കാണിച്ചാൽ തന്നെ ആക്രമിക്കാൻ വരികയാണ് എന്നുള്ള ഭീതിയാണ്. എന്നിട്ട് ക്രിമിനലുകളായ ആളുകളെ പേഴ്സണൽ സെക്യൂരിറ്റിയിൽ വെച്ച് മുമ്പിൽ എസ്കോർട്ടിൽ മാരകായുധങ്ങൾ കൊടുത്ത് അവർ വീശി വരിയരികിൽ നിൽക്കുന്ന ആളുകളെ അടിച്ച്, കൂടാതെ ക്രിമിനലുകളെ കൊണ്ട് ആക്രമിച്ച് നടത്തുന്നു. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇവരെ ശാന്തരാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ദയവ് ഇതൊരു കടലാസ് പോലും ചുരുട്ടിയെറിയല്ലേ എന്നാണ് ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുത്തത്. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കൊല്ലാൻ കരിങ്കല്ലെടുത്തെറിഞ്ഞപ്പോൾ, വധശ്രമത്തിന് നടത്തിയപ്പോൾ അതിനെ ന്യായീകരിച്ചൊരു പാർട്ടി സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ. ഞങ്ങൾ പിണറായി വിജയന്റെ പാരമ്പര്യത്തിലുള്ളവരല്ല. ഒരു കടലാസ് പോലും ചുരുട്ടിയെറിയരുത് എന്ന് യൂത്ത് കോൺഗ്രസ് KSUക്കാരോട് പറഞ്ഞവരാണ് ഞങ്ങൾ. ഞാനത് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാർച്ചിൽ പങ്കെടുക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ, കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി, അടിച്ചാൽ തിരിച്ചടിക്കും, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ്, നിങ്ങൾ കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിലടയ്ക്കുകയും ചെയ്യണം. നിങ്ങളുടെ ഗൺമാൻമാർ, നിങ്ങളുടെ PSOമാർ ക്രിമിനലുകളാണ്. അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം. ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കും. ഒരു സംശയവും വേണ്ട. എണ്ണി അടിക്കും. കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസുകാരെ തെരുവിലിട്ട് പേപ്പട്ടിയെ പോലെ തല്ലിയവരുടെ പേരുകൾ മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട്. വഴിയിലിട്ട് ഇവരെ വയർലെസ് സെറ്റ് വെച്ച് തലക്കിടിച്ചവരെ, മാരകായുധങ്ങൾ വെച്ച് ആക്രമിച്ചവരെ, പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെ, ആലപ്പുഴയിൽ ചെന്ന് ക്രൂരമായി മർദ്ദിച്ചവരെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിമോനെ പുറകിൽ നിന്ന് ചവിട്ടിയവനെ, എല്ലാവന്റെയും പേരും അവന്റെ മേൽവിലാസവും ഞങ്ങളുണ്ട്. ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു, കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും. ഒരു സംശയവും വേണ്ട. അവരെ സംരക്ഷിക്കും. ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ, യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിന് പോകും. ഇവരുടെ ചോര വീണ ആ ചോരച്ചാലുകൾ ചവിട്ടി ഞങ്ങൾക്കാർക്കും ഒരു അധികാര സ്ഥാനത്തേക്ക് പോകണ്ട. ആ അധികാര സ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് ഇവർ. അവരുടെ ദേഹം നൊന്നിട്ടുണ്ടെങ്കിൽ, അവർ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ, അവരുടെ ചോര ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ, നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. പുറത്തു നിന്ന് പറയാനല്ല, കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം പറയുന്നു. ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും 44 ദിവസക്കാലം തിരുവനന്തപുരത്ത് നിന്ന് മാറി നിന്ന് ഈ ഭരണസിരാ കേന്ദ്രത്തെ ഒരാള് പോലും ഇല്ലാതെ നശിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ ദുരന്തത്തിലേക്ക് ആഴ്ത്തി. ഈ നവകേരള സദസ് കേരളത്തിലെ CPM-നെ, കേരളത്തിലെ ഇടതുമുന്നണിയെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാക്കിയിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തേക്ക് ഊടുക്കത്തെ യാത്ര. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കേരളത്തിന്റെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഈ പിണറായി വിജയൻ വരുന്നത്. അതുകൊണ്ട് ഇവരെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ മഹാരാജാവിനെ താഴെ ഇറക്കുന്നത് വരെ വിശ്രമമില്ലാതെ നമ്മൾ പൊരുതും, നമ്മൾ പോരാട്ടും. ആ പോരാട്ടത്തിന്റെ മുൻനിരയിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുള്ള അഭിമാനബോധം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് എല്ലാ പിന്തുണയും, നിങ്ങളോട് എല്ലാ വാത്സല്യവും എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് നിങ്ങളെ സംരക്ഷിക്കാനുള്ള ബാധ്യത ഞങ്ങൾക്ക് തന്നെയാണുള്ളത് എന്ന് ഒരിക്കൽ കൂടി ഓർത്തുകൊണ്ട് ഈ
സെക്രട്ടേറിയറ്റ് മാർച്ചിന് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു.